ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സിമ്പിൾ ഡേയ്സ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഫുൾ ഡേ ഞാൻ എന്തായാലും ഈ വ്ളോഗിൽ കാണിക്കുന്നില്ല. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് ഡേ മാത്രമാണ്. ഞാനങ്ങനെ എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം അടുക്കള കയറുന്ന ആളൊന്നുമല്ല. അത് ഇവേനനുസരിച്ചിരിക്കും. ഇപ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ കുളിക്കും. അതാകുമ്പോൾ എൻ്റെ ആ പണി അങ്ങോട്ട് കഴിയുമല്ലോ. അല്ല, എൻ്റെ കൂടെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ നിൽക്കില്ല. പല്ല് തേച്ച് ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പരിപാടികൾ തുടങ്ങാറാണ് ചെയ്യാറ്. ഇപ്പോൾ എന്തായാലും ഇന്ന് ഉറങ്ങണോണ്ട് കുളിച്ചു വന്ന് കുറച്ച് വെള്ളമാണ് ആദ്യം തന്നെ എടുത്ത് കുടിക്കുന്നത്. അതിന് മുന്നേ ഞാൻ നോക്കിയത് എൻ്റെ മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ ദോശയ്ക്ക് ഇഡ്ഡലിക്കുമായിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും പൊങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം പുറത്തേക്ക് ഒന്ന് നോക്കി നിൽക്കും. ഞാൻ വന്ന സമയത്തൊക്കെ ആ കർട്ടൻ ക്ലോസ് ചെയ്തിടുമായിരുന്നു. ഇപ്പോൾ പിന്നെ അത് ക്ലോസ് ചെയ്യാറില്ല. അതും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഫീലാണ്. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായി ഞാൻ തീരെ ക്ലോസ് ചെയ്യാറില്ല. ഫുൾ ടൈം തുറന്ന് തന്നെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോഴും ഹോളിലായാലും നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ തുടങ്ങണം. ഞാൻ 2 ദിവസത്തേക്കുള്ള മാവ് ഒന്നിച്ച് അരച്ച് വെക്കാറാണ്. ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, രണ്ടാമത്തെ ദിവസം ദോശ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇഡ്ഡലിക്കുള്ള മാവെടുത്ത് പാത്രത്തിൽ വെച്ച് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ച് ബാക്കി നാളെ ദോശ ഉണ്ടാക്കാനുള്ള മാവെടുത്ത് ഫ്രിഡ്ജിക്കും വെച്ച്. ആദ്യം തന്നെ ഇഡ്ഡലി കുക്കറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അത് സ്റ്റൗമ്മ കയറ്റി വെച്ച്. അതാകുമ്പോൾ ഇഡ്ഡലി മാവ് ഒഴിച്ച് വരുമ്പോഴത്തേനും വെള്ളം തിളച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടാണ് മാവ് ഒഴിക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ അതിന്ന് വിട്ട് കിട്ടണില്ല. എല്ലാവരും അങ്ങനെ എണ്ണ തടവൊന്നുമില്ല. എൻ്റെ വീട്ടിലൊന്നും എണ്ണ തടവാറൊന്നുമില്ല കേട്ടോ. നേരിട്ട് മാവ് ഒഴിച്ച് വെക്കാറാണ്. പക്ഷേ ഞാൻ എണ്ണ തടവിട്ട് വെക്കുള്ളൂ. അല്ലാണ്ട് എനിക്കതിന്ന് ശരിക്കും വിട്ട് കിട്ടണില്ല. എൻ്റെ ഇഡ്ഡലിയൊക്കെ സോഫ്റ്റാണ്, നല്ല ഇഡ്ഡലിയാണ്. പക്ഷേ എണ്ണ തടവിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് എണ്ണ തടവി തട്ടിൽ മാവൊക്കെ ഒഴിച്ച് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ എണ്ണീട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ്. ഞങ്ങൾക്ക് 3 പേർക്ക് എത്ര ഇഡ്ഡലി വേണം, ഒരാൾ എത്ര ഇഡ്ഡലി കഴിക്കുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ കറക്റ്റ് എണ്ണ എടുത്തിട്ടാണ് ഇഡ്ഡലി ആയാലും ദോശ ആയാലും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇഡ്ഡലി അവിടെ അടുപ്പത്താക്കി. ഇനി അടുത്ത പരിപാടി എന്നുള്ളത് എനിക്ക് ടൊമാറ്റോ റൈസിക്കുള്ള അരി കഴുകി കുതിർക്കാൻ വെക്കണം. ഞാൻ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിക്ക് ഞങ്ങൾക്ക് 2 നേരത്തേക്ക് ആവശ്യമുള്ള അരി എടുത്ത് നന്നായി കഴുകി ഒരു 20-25 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കും. എന്നിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുക. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിലിൽ കാര്യം ശരിയാവുമല്ലോ. ഇനിയിപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാം. ഇടയ്ക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ചോറൊക്കെ വെക്കണ ദിവസമാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കും. അതാകുമ്പോൾ ചോറിക്കും സാമ്പാർ തന്നെ എടുക്കാമല്ലോ. ഇന്നിപ്പോൾ എന്തായാലും ചോറല്ലല്ലോ, ടൊമാറ്റോ റൈസ് അല്ലേ. അതുകൊണ്ട് വെള്ള തേങ്ങാ ചട്നി ആക്കാമെന്ന് വെച്ച്. ചട്നി ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഇഡ്ഡലിക്കല്ലേ, എനിക്ക് ഇഡ്ഡലിക്ക് കുറച്ച് ലൂസായിട്ടുള്ള വെള്ളം പോലെയുള്ള കറികളാണ് ഇഷ്ടം. ദോശയാകുമ്പോൾ മാത്രമാണ് കട്ടിയുള്ള കറികൾ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ചട്നി കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാക്കി. അതൊക്കെ റെഡി ആകുമ്പോഴത്തേനും എൻ്റെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഈ നേരം കൊണ്ട് തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ റൈസിനുള്ള പരിപാടികൾ നോക്കി. ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് സാധാരണ ഞാൻ ഒന്നുകിൽ നെയ്യിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടാണ് ടൊമാറ്റോ റൈസ് ആയാലും എഗ് റൈസ് ആയാലും ഇപ്പം എന്ത് റൈസ് ആയാലും ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഒക്കെ ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ നെയ്യ് മാത്രമായിട്ടല്ല എടുക്കുന്നത്, നെയ്യ് കുറവാണ്. അതുകൊണ്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒട്ടും സൺഫ്ലവർ ഓയിലോ പാം ഓയിൽ വേറെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒന്നുകിൽ നെയ്യ് മാത്രം, അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണ. ഇതിപ്പോൾ എന്തായാലും നെയ്യും വെളിച്ചെണ്ണയും എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ബിരിയാണി മസാലകളൊക്കെ ഇട്ടിട്ട് അതിനിടയ്ക്ക് പിന്നെ റൈസ് റെഡിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡും കഴിച്ച് ഇനി പാത്രം കഴുകാനാണ്. കുറേ പാത്രം കഴുകാണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ ചോറൊക്കെ ചോറാകുമ്പോഴത്തേനും ഞാൻ പാത്രമൊക്കെ കഴുകുമായിരുന്നു. പിന്നെ അതില്ലാത്തതുകൊണ്ട് ഒന്നിച്ചാണ് പാത്രം കഴുകിയത്. പാത്രമൊക്കെ കഴുകി സ്റ്റൗവും പാത്രം കഴുകുന്ന സിങ്കും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ഒരു പരിപാടിയും കൂടി ഉള്ളത് അടിച്ചുവാരി തുടയ്ക്കാനാണ്. ഞാൻ എല്ലാ ദിവസമൊന്നും തുടയ്ക്കാറില്ല, 2 ദിവസം കൂടുമ്പോഴേ തുടയ്ക്കാറുള്ളൂ. അടിച്ച് തുടയ്ക്കുന്നത് കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ്. അതാകുമ്പോൾ പിന്നെ ഒന്നിച്ച് ട്രിപ്പിൽ കഴിയുമല്ലോ. അപ്പോൾ പിന്നെ വേഗം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിനിടയ്ക്ക് കൂടെ ഞാൻ ഇവേനെ കുളിപ്പിക്കുകയും ചെയ്ത് ഇനി ഇവേനെ ഉറക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ബാക്കി എൻ്റെ ആഫ്റ്റർനൂൺ തൊട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ളോഗായിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.